നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് പരിഹാരത്തെക്കുറിച്ചാണ്. റെമഡിയൽ അസ്ട്രോളജി ഒരുപാട് പേര് ചോദിക്കുന്നതാണ്. സാർ, എല്ലാവരും പരിഹാരങ്ങൾ പറഞ്ഞു തരാറില്ല, അല്ലെങ്കിലും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, സാർ ഇന്ന വിഷയങ്ങൾക്ക് എന്താണ് പരിഹാരം, ഇന്നതിന് എന്താണ് പരിഹാരം എന്നൊക്കെ. വാസ്തവത്തിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരിഹാരം എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ സ്റ്റോറിലിരിക്കുന്ന മരുന്നുകളാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാ മരുന്നും പറ്റില്ല. നമ്മുടെ അസുഖം അനുസരിച്ചാണ് മരുന്ന് വേണ്ടത്. അതിന് കറക്റ്റായിട്ട് ഒരു ഡോക്ടറുടെ ഒരു ഡിസ്ക്രിപ്ഷൻ വേണം. എന്നാൽ മാത്രമേ നമുക്കതിനകത്ത് കൃത്യമായിട്ട് ഒരു മരുന്ന് കണ്ടെത്താൻ പറ്റൂ. അതുപോലെ തന്നെയാണ് അസ്ട്രോളജിയിലും. കോമൺ ആയിട്ടായിരിക്കില്ല പരിഹാരം. ഓരോ വ്യക്തികളും യുണീക്കാണ് എന്ന് പറയുന്ന പോലെ തന്നെ ഗ്രഹങ്ങളുടെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസ് വെച്ചിട്ട് ജാതകം നോക്കിയിട്ടാണ്, അതാത് ദശാകാലങ്ങളും ഗോചരം എല്ലാം കൂടെ നോക്കിയിട്ടാണ് പരിഹാരം നിശ്ചയിക്കുക. അപ്പോൾ ചിലപ്പോൾ പല പരിഹാരങ്ങൾ അവർക്ക് ചെയ്യേണ്ടതായിട്ടും വരും. എന്നിരുന്നാൽ തന്നെയും നവഗ്രഹങ്ങളെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് പരിഹാരം നമ്മൾ നിശ്ചയിക്കുന്നത്. അപ്പം നവഗ്രഹങ്ങളെ ബേസ് ചെയ്തിട്ട് പരിഹാരം നിശ്ചയിക്കുമ്പം അതിന് കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ടുള്ളതും ഇന്ന് ആചരിക്കുന്നതുമായിട്ടുള്ള പ്രധാന പരിഹാരങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരാം. ഇനിയുള്ള ക്ലാസ്സുകളിൽ പരമാവധി ഈ 9 ഗ്രഹങ്ങളുടെയും പ്രധാനപ്പെട്ട നമ്മൾ ആചരിക്കേണ്ടതായിട്ടുള്ള പരിഹാരങ്ങളെക്കുറിച്ച് പറയാം. അതിലൊന്നാമത്തത് ആദിത്യനാണ്. അപ്പോൾ ആദിത്യൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിഹാരങ്ങളെക്കുറിച്ച് പറയാം. അതിൽ നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ എടുത്ത് ചെയ്യാൻ നോക്കുക. പക്ഷേ ഇതെല്ലാം ഒരു ആചാര്യൻ്റെ അടുത്തുനിന്ന് ചോദിച്ചിട്ട് വേണം നിങ്ങളതെടുത്ത് യൂസ് ചെയ്യാൻ. കാരണം ഇതൊരു സോഷ്യൽ പ്ലാറ്റ്ഫോം അല്ല. അപ്പം പലർക്കും പലതായിരിക്കും പരിഹാരം. അപ്പോൾ അതിനനുസരിച്ച് ഒരു ആചാര്യൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ചെയ്യുക. എന്നിരുന്നാൽ തന്നെയും നിങ്ങൾ എന്തൊക്കെയായി ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ പരിഹാരങ്ങളാണല്ലോ ഉള്ളത് എന്നുള്ളതൊന്ന് അവെയർ ആയിരിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. അപ്പം നമുക്ക് അതിലേക്ക് കടക്കാം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ എന്തുകൊണ്ടാണ് ഈ പരിഹാര വീഡിയോ ചെയ്യാനുള്ളതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് ചോദിച്ചാൽ, എന്നെ വിളിക്കുന്ന ഒരുപാട് പേര് പല അസ്ട്രോളജേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് 1,00,000-ൻ്റെയും 60,000-ൻ്റെയും 1,50,000-ൻ്റെയും ഒക്കെ പൂജകൾ ചെയ്ത് മടുത്ത് വരുന്നവരാണ്. എൻ്റെ അടുത്ത് കൺസൾട്ടേഷൻ എടുക്കുമ്പോഴേ അവർ പറയും, പൂജയൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ഓൾറെഡി ചെയ്ത് മടുത്തു, ഇനി വയ്യ എന്നുള്ള രീതിയിൽ. അപ്പം ഇതൊരു വലിയ ബിസിനസ്സാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം കവടി കറക്കിയിട്ട് ബാധയുണ്ട്, ശത്രുദോഷമുണ്ട്, പിതൃദോഷമുണ്ട്. ഇതില്ല എന്നല്ല പറയുന്നത് കേട്ടോ, ഇതൊക്കെ ഉള്ളതാ. പക്ഷേ എല്ലാത്തിനും ഗുളിക ബന്ധമോ അല്ലെങ്കിൽ എന്തെങ്കിലും സർപ്പശാപം എന്തെങ്കിലും ഒരു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഒരു സൂര്യസ്നാമം, ഒരു മൃത്യുഞ്ജയോമം, ആവാഹന, ഉച്ചാടനം, ഗണപതി ഹോമം ഇതങ്ങ് എഴുതും. നമ്മൾ ഒരുപാട് പേര് അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അപ്പം വാസ്തവത്തിൽ എല്ലാ വിഷയങ്ങൾക്കും പൂജ വേണ്ട, എല്ലാ കാര്യങ്ങളും പൂജ കൊണ്ട് മാറത്തുമില്ല. ജാതകദോഷ പരിഹാരങ്ങളിൽ 90% പ്രശ്നങ്ങളും നിങ്ങൾ നേരിട്ടിറങ്ങിയാലേ നടക്കത്തുള്ളൂ. ക്ഷേത്രങ്ങളിലും പുണ്യസ്ഥലങ്ങളിലുള്ള യാത്രകളും പുണ്യസ്ഥലങ്ങളിൽ പോയിട്ടുള്ള തീർത്ഥസ്നാനങ്ങളും ഒക്കെ കൊണ്ടേ, ഗംഗ, കാശി അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലങ്ങളിലുള്ള തീർത്ഥസ്നാനങ്ങൾ കൊണ്ടൊക്കെ ഇത് നടക്കത്തുള്ളൂ. അതുകൊണ്ട് ഒരുപാട് പേര് പൂജകളുടെയും ഇതിലുമൊക്കെ പോയിട്ട് കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് എനിക്ക് അനുഭവം ഉള്ളത് കൊണ്ട് ഞാനും പൂജ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിനെ കുറ്റം പറയില്ല. എല്ലാ മേഖലകളിലും പുഴുക്കുത്തലുകളുള്ള പോലെ തന്നെ അസ്ട്രോളജി മേഖലയിലും ഉണ്ട്, അതൊരു സത്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വയം ചെയ്യാനും അല്ലെങ്കിൽ ആചാര്യന്മാരെ വിളിച്ച് ചെയ്യാനും പറ്റുന്ന അനവധി വിഷയങ്ങൾ ഞാൻ ഇന്ന് മുതലുള്ള ഇനിയുള്ള 9 ദിവസങ്ങളിലായിട്ടുള്ള 9 ക്ലാസ്സുകളിൽ നമുക്ക് എല്ലാ ഗ്രഹങ്ങളുടെയും പ്രായശ്ചിത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. കഴിയുന്നത് പോലെയൊക്കെ ചെയ്യുക, അവരവൻ്റെ ശക്തി പോലെ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ടത് അവരവരുടെ സാധനയും ഈശ്വര ക്ഷേത്രങ്ങൾ, അതായത് അതിൻ്റെ അതിദേവതകളായിട്ടുള്ള ക്ഷേത്രങ്ങളെ ആശ്രയിക്കുകയും വ്രതശുദ്ധിയോടെ ജീവിക്കുകയും ചെയ്യുന്നത് തന്നെയാണ്. ആദിത്യൻ എന്തൊക്കെ വിഷയങ്ങളുടെ കാരകനാണെന്നുള്ളത് നമ്മൾ ആദിത്യനെ കുറിച്ച് പറഞ്ഞ വീഡിയോ കാണണം. അത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രമേ അടുത്ത വിഷയത്തിലേക്ക് പോകും. കാരണം അതുകൂടി ഇവിടെ പറഞ്ഞാൽ വീഡിയോയ്ക്ക് വീണ്ടും ലെങ്ത് കൂടും. എന്നിരുന്നാൽ തന്നെ പൊതുവെ പിതാവിൻ്റെ കാരകനാണ്, ശിവഭഗവാന്റെ കാരകനാണ്, ആത്മബലത്തിൻ്റെ കാരകനാണ്, സോളിൻ്റെ കാരകനാണ്, എല്ലിൻ്റെയൊക്കെ കാരകനാണ്, എല്ലിൻ്റെയും പല്ലിൻ്റെയും ഒക്കെ കാരകനാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈഗോയുടെ കാരകനാണ്. അങ്ങനെ ഒരുപാട് വിഷയങ്ങളിലേക്ക് ആദിത്യൻ കാരകനാണ്. പൊതുവെ റോയലിറ്റി, രാജകീയത, തറവാടിത്തം ഇതിൻ്റെയൊക്കെ
കാരണം മനോബലം, കോൺഫിഡൻസ്, ഇതിൻ്റെയൊക്കെ കാരകനാണ് ആദിത്യൻ. ആദിത്യൻ ദുർബലനായാൽ എന്തൊക്കെ പരിഹാരം ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ആദിത്യൻ ദുർബലനായ ഒരു വ്യക്തിയുടെ ജാതകം കണ്ടാൽ എങ്ങനെ മനസ്സിലാക്കാം? പൊതുവേ ആദിത്യൻ 6-8-12 പോവുക, ശത്രുഗ്രഹങ്ങളുടെ നക്ഷത്രത്തിൽ നിൽക്കുക, മാരകാധിപന്മാരുടെ നക്ഷത്രങ്ങളിൽ നിൽക്കുക, അതുപോലെ തന്നെ ഈ തുലാൻ രാശിയിൽ ബലഹീനനായി നിൽക്കുക, അല്ലെങ്കിൽ മേടൻ രാശിയിൽ നിന്നാൽ തന്നെ തുലാത്തിൽ നവാംശം വരിക, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് തന്നെ ആദിത്യൻ ബലഹീനനാവാം. പാപനായിട്ടുള്ള ഗ്രഹങ്ങളിലൂടെ യോഗം ചെയ്തു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ 22ാം ഗ്രഹകാണ സ്ഥാനത്തൊക്കെ പോയി ആദിത്യൻ അഷ്ടമത്തിൽ നിൽക്കുക, അങ്ങനെയൊക്കെ വരുമ്പോൾ ആദിത്യൻ ദോഷം ചെയ്യും. പൊതുവെ ആദിത്യൻ ബലഹീനനായ ഒരു വ്യക്തിക്ക് ആത്മവിശ്വാസം പൊതുവെ കുറവായിരിക്കും. അതുപോലെ തന്നെ സ്വന്തം കഴിവിലും ശക്തിയിലും അവർക്കൊരു വിശ്വാസം ഉണ്ടാവില്ല. നമ്മൾ ഹനുമാൻ കുഞ്ഞെന്നൊക്കെ പറയില്ലേ, അപ്പം നമ്മൾ ഹനുമാനെ പറയണം, സ്വന്തം കഴിവിലും ശക്തിയിലും ഒന്നും അധികം വിശ്വാസം ഉണ്ടാവില്ല. ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പം അതിൽ വളരെ പ്രതിസന്ധിയുള്ള കാലഘട്ടങ്ങൾ വരുന്ന സമയത്ത് ഇവർക്ക് അതിനെ തരണം ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ഫേസ് ചെയ്യാനോ ഒക്കെ പേടിയും, അതുപോലെ തന്നെ ആൾക്കാരെ ഫേസ് ചെയ്യാൻ പേടി, അതേപോലെ ആരെങ്കിലും എന്തെങ്കിലും പറയുമോ എന്നുള്ള വിപ്രാളം കൊണ്ട് ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത്, ഇതെല്ലാം ആദിത്യൻ ബലഹീനനായവരുടെ ലക്ഷണങ്ങളിൽ ഒന്നാണ്. ജീവിതത്തിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ പൊതുവേ നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെടുകയും നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യണം. ഈ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രേരക ശക്തി ഇവർക്ക് കുറവായതുകൊണ്ട് ഇവർ എപ്പോഴും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ആരെയെങ്കിലുമൊക്കെ റിലേ ഓൺ ചെയ്തോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഡിപ്പെൻഡ് ചെയ്തോ ഒക്കെ ജീവിക്കാൻ വല്ലാണ്ട് ഇഷ്ടപ്പെടുന്നവരായിരിക്കും കേട്ടോ. ഒരു കാര്യവും സ്വന്തമായിട്ട് ചെയ്യാൻ കഴിവില്ല എന്ന് ഇവർക്ക്, വാസ്തവത്തിൽ ഇവർക്ക് കഴിവുണ്ട്, പക്ഷെ ഒരു കാര്യവും എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിവില്ല എന്ന് വിചാരിച്ച് ബന്ധുക്കളും സുഹൃത്തുക്കളും അല്ലെങ്കിൽ ജോലി ചെയ്യുന്നിടത്താണെങ്കിൽ കൊളീഗ്സൊക്കെ എന്ത് വിചാരിക്കും, മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് എപ്പോഴും, മനസ്സിലാവുന്നുണ്ട്, എപ്പോഴും ഓരോന്നോരോന്ന് ചിന്തിച്ച് എപ്പോഴും ഉൾവലിയാനുള്ള ഒരു രീതി ഈ ആദിത്യൻ രവി ജാതകത്തിൽ ബലക്കുറവുള്ള ഒരാളിന് വരാം. അങ്ങനെ കൂട്ടുകാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഒക്കെ ഉൾവലിയുകയും മടിയനായിത്തീരുകയും അല്ലെ മടിച്ചികളായിത്തീരുകയും ഒന്നിനും ഒരു നിഷ്ഠയോ ചിട്ടയോ ഒന്നുമില്ലാതെ ഒരു ഊർജ്ജസ്വലതയില്ലാത്തൊരവസ്ഥ, വൈറ്റമിൻ ഡിയുടെ അതിശക്തമായിട്ടുള്ള ഡെഫിഷ്യൻസികൾ, പകൽ മൊത്തം കിടന്നുറങ്ങിയിട്ട് രാത്രിയിൽ ഒരുപാട് നേരം അതിന് വേണ്ടി ഇരിക്കുക, അലസത. പിതാവിൽ നിന്ന് പൊതുവെ ആദിത്യന് ബലം കുറയുന്നവർക്ക് പിതാവിൽ നിന്ന് പൊതുവെ ഒരു അനുഗ്രഹം കുറവായിരിക്കും, അല്ലെങ്കിൽ പിതാവിനുമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് സെറ്റാവില്ല, അല്ലെങ്കിൽ പിതാവിന് വേണ്ടി ഇവരെല്ലാം ചെയ്തു കൊടുത്തിട്ട് അച്ഛന് വേണ്ടിയിട്ട്, അച്ഛനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് ഫൈനലി ഇവർ പരാജയത്തിലേക്കായിരിക്കും എത്തുന്നത്. അല്ലെങ്കിൽ അച്ഛനൊരിക്കലും തൃപ്തരാവാൻ പറ്റാത്ത, അച്ഛനെ തൃപ്തിപ്പെടുത്താൻ പറ്റാത്ത, അല്ലെങ്കിൽ അച്ഛനെ കൊണ്ട് തൃപ്തിയാവാത്ത മക്കളായിട്ടാണ് ഇവർ മാറുന്നത്. ആദിത്യന് ബലം ജാതകത്തിൽ കുറയുന്നവർ. ശാരീരികമായിട്ട് പൊതുവെ ഒരു ആരോഗ്യം കുറവായിരിക്കും ഇവർക്ക്. രക്തചംക്രമണത്തിലെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ദഹനശക്തി കുറവ്, ഉദരാഗ്നി, അതേപോലെ ഹൃദയത്തിന് വേദന, അതുപോലെ തന്നെ മനഃശക്തി കുറവ്, ഇതെല്ലാം ഇവർക്കുണ്ടാവും. ഹൃദയവേദന, ഹാർട്ട് അറ്റാക്കും ഒക്കെ ഇതിൽ പെടും. അപ്പോൾ ഇതെല്ലാം ഈ ആദിത്യൻ മോശമായാൽ വരുന്നതാണ്. ആദിത്യന് ബലപ്പെട്ട് 6-8-12 നിൽക്കുന്നവരാണ് പേഴ്സണാലിറ്റി ഡിസോർഡറുകൾ ഉണ്ടാകുന്നത്. മറ്റുള്ളവരെ അംഗീകരിക്കതേയില്ല, ഭയങ്കര ഈഗോ ആയിരിക്കും. ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടല്ലോ, ഇവർക്ക് പെട്ടെന്ന് വരും. മോശമായ ആദിത്യൻ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ എനർജി ആ വ്യക്തിക്ക് മോശമായാൽ കുട്ടിക്കാലത്തെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നൊക്കെ ഇവർക്ക് ഉൾവലിഞ്ഞുള്ള ജീവിതം, ആരുമായിട്ടും അടുക്കാതിരിക്കുക, ഭാര്യയോടൊക്കെ അല്ലെങ്കിൽ ഭർത്താവിനോടൊക്കെ വളരെ കണ്ണിങ്ങായിട്ട് പെരുമാറാനുള്ള കഴിവ്, ഒരിക്കലും ഇവരുടെ കുറ്റം ഇവർ സമ്മതിക്കത്തില്ല. ഇവരെല്ലാം തികഞ്ഞാണെന്നൊരു വിശ്വാസം. ഇവരെന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താലും ഇവർക്കെതിരെ നിൽക്കുന്നവർ മാപ്പ് പറഞ്ഞ് ഇവരുടെ അടുത്തേക്ക് ചെല്ലണമെന്ന് ആഗ്രഹിക്കുക. ഇങ്ങനെയൊക്കെ വരും. ഇങ്ങനെയൊക്കെയുള്ള പേഴ്സണാലിറ്റി ഡിസോർഡർ, ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി, നാർസിസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആദിത്യൻ ബലക്ഷയം വന്നാൽ എന്തൊക്കെ പരിഹാരങ്ങൾ ചെയ്യാം എന്നുള്ളത് നോക്കാം. നമുക്ക് വിശദമായിട്ട് അതിനെക്കുറിച്ച് പഠിക്കാം. നമുക്ക് തുടങ്ങാം. ഒരാളുടെ ജീവിതം തുടങ്ങുന്നത്, ഒരു ദിവസം ആരംഭിക്കുന്നത് തന്നെ സ്നാനത്തിൽ നിന്നുമാണ്. അപ്പം നിത്യസ്നാനത്തിനായിട്ട്
സപ്തനദീ മന്ത്രങ്ങൾ കൊണ്ടോ സപ്തശുദ്ധി മന്ത്രങ്ങൾ കൊണ്ടോ ഒക്കെ നിത്യവും അഭിഷേകം, അതായത് കുളത്തിൽ മുങ്ങിക്കുളിക്കുക തന്നെയാണ് ഈ മന്ത്രം ജപിച്ചിട്ട് ചെയ്യേണ്ടത്. 3 പ്രാവശ്യം മുങ്ങി എഴുന്നേൽക്കണം. എല്ലാവർക്കും കുളത്തിൽ കുളിക്കാൻ പറ്റണമെന്നില്ലല്ലോ. മഗ്ഗിനകത്ത് വെള്ളമെടുത്ത് സപ്തശുദ്ധി മന്ത്രം ജപിച്ച് അത് 3 പ്രാവശ്യം തലയിലൊഴിച്ച് കുളിക്കാം. ഇതാണ് ഒന്ന്. അവിടുന്ന് തുടങ്ങാം. പിന്നെ രണ്ടാമത്തേത് വളരെ വിശേഷാൽ ചെയ്യുന്ന ഒരു വൈദിക സ്നാനമുണ്ട്. അത് ബൗധായനീയം സ്നാനം എന്നാണ് അതിനെ പറയുന്നത്. അത് ചെയ്യുന്ന രീതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥനാ മന്ത്രം കഴിഞ്ഞു കഴിഞ്ഞാൽ പുണ്യാഹം, വലിയ പുണ്യാഹം ജപിക്കും. അത് കുളത്തിൽ വെച്ചാണ് മിക്കപ്പോഴും അത് ചെയ്യുന്നത്. അതിനുശേഷം സപ്തശുദ്ധിയും ജപിച്ച് കോരി തളിക്കും. അതിനുശേഷം ദേവ ഋഷി പിതൃ തർപ്പണം ചെയ്യും. അതിനുശേഷം പവിത്രം അഴിച്ച് കളഞ്ഞ്, സ്വർണത്തിൻ്റെ പവിത്രമാണെങ്കിൽ അഴിച്ച് കളയണ്ട, അല്ലാത്ത പവിത്രമാണെങ്കിൽ അഴിച്ച് കളഞ്ഞ് കയറി കാല് കഴുകി ആചമിക്കണം. ഇതാണ് ബൗധായനീയ സ്നാനത്തിൻ്റെ ഒരു ക്രമം. ഇത് വൈദികർക്കൊക്കെ അറിയാം, അത്യാവശ്യം ആചാര്യന്മാരായിട്ടുള്ളവർക്കെല്ലാം അറിയാവുന്നതുമാണ്, അത് ചെയ്യുന്നതുമാണ്. ഇനി അടുത്തത് ഔഷധ സ്നാനമാണ്. ഔഷധ സ്നാനം എന്ന് പറയുന്നത് നമ്മൾ അമ്പലത്തിലൊക്കെ ചിലപ്പോൾ കലശം കെട്ടി പൂജിക്കുന്നത് കണ്ടിട്ടുണ്ട്. നിങ്ങൾ ബ്രഹ്മകലശമോ നവകമോ അല്ലെ പഞ്ചകമോ ഒക്കെ പൂജിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവും. പഞ്ചകം എന്ന് പറയുന്നത് 5 കുടം വെച്ചിട്ട് ചെയ്യുന്നതാണ്. നവകം എന്ന് പറയുന്നത് ചുറ്റും പരികലശങ്ങളായിട്ട് 8 കുടവും നടുക്കൊരു വലിയ കുടവും. അതേപോലെ ഒരു വലിയ കുടം നൂല് ചുറ്റി കമത്തി അതിന് വേണ്ടതുപോലെ ചെയ്ത് ക്രിയകളൊക്കെ ചെയ്തിട്ട് ആദിത്യന് പറഞ്ഞിട്ടുള്ള ചില സാധനങ്ങൾ കൊണ്ട് കഷായം തിളപ്പിച്ച് അതിൽ നിറച്ച് അത് ആദിത്യ പൂജ കഴിച്ചിട്ട് ആർക്കാണോ ദുരിതമുള്ളത് ആ ദുരിതമുള്ള ആളുടെ ശിരസിലേക്ക് പൂജിച്ച ആചാര്യൻ ഔഷധ സ്നാനം ചെയ്യും. അതാണ് ഔഷധ സ്നാനം എന്ന് പറയുന്നത്. ഓരോ ഗ്രഹത്തിനും ഓരോന്നാണ് ഔഷധക്കൂട്ട്. അത് ഞാൻ പറഞ്ഞു തരാം. അത് ഇച്ചിരി മെനക്കേടാണ് അത് കണ്ടെത്താൻ. അങ്ങാടിക്കടയിലൊക്കെ അന്വേഷിച്ചാൽ കിട്ടും, ഒന്ന് ശ്രമിച്ചാലും അത് കിട്ടും. പക്ഷെ ഇച്ചിരി മെനക്കെട്ടാലേ ഔഷധ സ്നാനത്തിൻ്റെ ഇത് കിട്ടത്തുള്ളൂ. ഞാനത് പറഞ്ഞുതരാം എന്തൊക്കെയാണെന്നുള്ളത്. ഇരട്ടിമധുരം, മനയോല, കുങ്കുമപ്പൂവ്, ദേവതാരം, രാമച്ചം, പതിമുഖം, പുഷ്കരമൂലം, ഏലം, അതുപോലെ പാതിരി, ഇത്രയും കൂടെ ചേർത്ത് തിളപ്പിച്ചതാണ് ഔഷധ സ്നാനത്തിന് ഉപയോഗിക്കുന്നത്. അടുത്തത് ആദിത്യ നമസ്കാരമാണ്. ഗ്രഹദോഷ ശാന്തിക്കായിട്ട് പലരും ചെയ്യുന്ന മണ്ടത്തരം എന്ന് പറയുന്നത് ആദിത്യ നമസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യോഗയിലുള്ള സൂര്യ നമസ്കാരം ആണ് എല്ലാവരും ചെയ്യുന്നത്. ആക്ച്വലി അതല്ല ആദിത്യ നമസ്കാരം. ഗ്രഹദോഷ ശാന്തിക്കായിട്ട് ചെയ്യുന്നത് അത് ആദിത്യൻ്റെ നമസ്കാര മന്ത്രം ജപിച്ച് രാവിലെ കിഴക്കോട്ടും വൈകുന്നേരം പടിഞ്ഞാട്ടും തിരിഞ്ഞു നിന്ന് ആ മന്ത്രത്തിന് ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ സംഖ്യയുണ്ട്. ആദിത്യന് 6 ആണ് നമസ്കാര സംഖ്യ. ആ മന്ത്രം ജപിച്ച് സാഷ്ടാംഗം നമസ്കരിക്കുക എന്നുള്ളതാണ് ആദിത്യ നമസ്കാരം. ആ മന്ത്രത്തിനാണ് അവിടെ പ്രാധാന്യം. നമസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റാൽ ജപമാണ് ചെയ്യേണ്ടത്. ആ ജപത്തിന് ഓരോ ഗ്രഹങ്ങൾക്ക് ഓരോ ജപസംഖ്യയുണ്ട്. ആ ജപസംഖ്യയ്ക്ക് അനുസരിച്ച് ആ ജപമന്ത്രം ജപിക്കുകയും നമ്മുടെ ഒരു ദോഷപരിഹാരാർത്ഥമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ദോഷപരിഹാരാർത്ഥം പറഞ്ഞിട്ടുള്ള ആ മന്ത്രം ഗുരുമുഖത്ത് നിന്ന് തന്നെ പഠിച്ച് അത് ചെയ്യുകയും ചെയ്യുക. ഇത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാനമാണ്. ഓരോ ഗ്രഹത്തിനും ഓരോ വിശേഷ വസ്തുവാണ് ദാനം. ആദിത്യന് കപിലഗോവാണ് ദാനവസ്തു, ഗോതമ്പാണ് ദാനവസ്തു. അടുത്തത് ആദിത്യന്റെ ദോഷപരിഹാരാർത്ഥമായിട്ടുള്ള ദാനവസ്തുക്കളിൽ ഒന്നാണ് ഹോമപാത്രം. അത് കണ്ടിട്ടുണ്ടോ? ഈ ഹോമത്തിനൊക്കെ പൂജ കഴിക്കുന്ന സമയത്ത് ഇതാണ് ചെമ്പ് കൊണ്ടുള്ള ഹോമപാത്രം ദാനം ചെയ്യുന്നത് വളരെ വിശേഷമാണ്. ഇത് ഹോമപാത്രം കണ്ടിട്ടുണ്ടോ? ഇത് ആജ്യാസ്ഥാലി എന്ന് പറയും. ആജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്യാണ്. അപ്പം അത് വെക്കുന്നതാണ്. ഹോമോണ്ടത്തിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ സാധനം. ഇത് സ്രുവവും ജുഹുവാണ്. ഇതിങ്ങനെ കോരി എടുക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അപ്പം ഈ ഹോമപാത്രം 5 വെറ്റില, ഒരു പാക്ക്, ഒരു ദക്ഷിണ, അതേപോലെ തന്നെ ആദിത്യൻ്റെ പട്ട്, കാവ്യവസ്ത്രമോ അല്ലെങ്കിൽ ചെമ്പട്ട് അല്ലെങ്കിൽ ചുമന്ന പട്ട്, അതിലേക്ക് ഇതെല്ലാം കൂടെ വെച്ച് ആദിത്യൻ്റെ നടയിൽ അല്ലെങ്കിൽ നവഗ്രഹങ്ങളിൽ ആദിത്യൻ്റെ നടയിൽ സമർപ്പിക്കുകയും ഗോതമ്പ് കൊണ്ട് തുലാഭാരം നടത്തുകയൊക്കെ ചെയ്യുന്നതൊക്കെ വിശേഷാൽ ഫലമാണ് കേട്ടോ. മാണിക്യം എന്ന് പറയുന്ന ആദിത്യൻ്റെ കല്ല് ദാനവസ്തുവാണ്. അതുപോലെ തന്നെ കാവി വസ്ത്രങ്ങളൊക്കെ ദാനം ചെയ്യുന്നതും നല്ലതാണ്. ഇത്രയാണ് ദാനവസ്തു. അതിൽ ഇപ്പോൾ കപിലഗോവിനെ വെച്ചിട്ട് ദാനം ചെയ്യാൻ കഴിവുള്ളവരാണെങ്കിൽ അത് ചെയ്യുക.
ഗോതമ്പ് കൊണ്ട്, ഗോതമ്പ് ഇപ്പം നല്ല നല്ല കൈക്ക് ദാനം വേണമല്ലോ. പ്രധാനം സൂര്യദേവന് പ്രതിഷ്ഠയുള്ള സ്ഥലങ്ങൾ, ഇപ്പം ആദിത്യപുരം ക്ഷേത്രം, ഇപ്പം മാന്നാർ സൂര്യക്ഷേത്രമുണ്ട്, അല്ലെങ്കിൽ നവഗ്രഹങ്ങളിൽ സൂര്യൻ്റെ സ്ഥലം, അല്ലെങ്കിൽ സൂര്യൻ അതിദേവതയായിട്ടുള്ള മഹാദേവന്, ഞാനത് പറഞ്ഞുതരാം, മഹാദേവ ക്ഷേത്രത്തിൽ ഒക്കെ ഗോതമ്പ് കൊണ്ട് തുലാഭാരം നടത്തുന്നത് ഒരു വിശേഷമായിട്ടുള്ള ഒരു ക്രിയയാണത്. അത് നിങ്ങൾക്കത് വല്ലാണ്ട് ആദിത്യം നന്നായിട്ട് ദോഷപ്പെട്ടിരിക്കുന്നതാണെങ്കിൽ ഒരുപാട് ദോഷങ്ങൾ അതിൽ ഒഴിയുകയും ചെയ്യും. ഇനി അടുത്തത് നമുക്ക് പൂജയിലേക്ക് കിടക്കാം. ആദിത്യ പൂജ. ആദിത്യ പൂജ ചെയ്യുമ്പം ആദിത്യന് ഒരു പത്മമുണ്ട്, അത് സ്ക്വയറിനകത്ത് നടുക്ക് ഒരു വട്ടമാണ്. അപ്പോൾ ആ സ്ക്വയറിനകത്ത് മഞ്ഞപ്പൊടിയും ആ നടുക്കത്തെ വട്ടത്തിനകത്ത് ചുമലപ്പൊടിയുമാണ് ഇടുന്നത്, അത് കുങ്കുമമാണ് ഇടുന്നത്, മറ്റിടത്ത് മഞ്ഞപ്പൊടി. അതിൻ്റെ നടുക്ക് കുറുമ്പുല്ലിട്ട്, കുറുമ്പുല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദർഭപ്പുല്ല് ഒരു ചാൺ നീളത്തിൽ കടയും തുമ്പുമായിട്ട് മുറിച്ച് വെക്കുന്നതാണ്. ദർഭപ്പുല്ലിട്ട് പുഷ്പവും അക്ഷതവും ഇട്ട്, അരിയും നെല്ലും കൂടെ കുഴച്ചതാണ് അക്ഷതം എന്ന് പറയുന്നത്. അതും അതിനോടൊപ്പം പുഷ്പാക്ഷതങ്ങളിട്ട് അതിൽ പീഠം വിരിച്ചോ, പീഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പട്ടൊക്കെ വെച്ചിട്ട് നിങ്ങളൊരു തേങ്ങയൊക്കെ വെച്ച് അതിൻ്റെ മേളിൽ ഇങ്ങനെ കുറിച്ചൊക്കെ ഇരിക്കുന്ന കാണാം. അതല്ല വെച്ചാൽ ഒരു വിളക്ക് വെച്ചോ ആണ് ആദിത്യ പൂജ കഴിക്കുന്നത്. അത് അറിയാവുന്ന പൂജ പഠിച്ചവർക്കോ അല്ലെങ്കിൽ പൂജ അറിയാവുന്നവരെ കൊണ്ടത് ചെയ്യിക്കുന്നതാണ് നല്ലത്. ആദിത്യ പൂജ കഴിക്കുമ്പം വിശേഷാൽ ആദിത്യന് നിവേദ്യം വെള്ളച്ചോറ. ചെമ്പ് പാത്രത്തിൽ തന്നെ നേദിക്കണം. കാരണം ആദിത്യൻ്റെ ലോഹം ചെമ്പായതുകൊണ്ട് തന്നെ വേറെ ഏത് പാത്രത്തിലും നേദിക്കാം, ഇലയിലും നേദിക്കാം. പക്ഷേ ശുദ്ധ ഹവിസ് ചെമ്പ് പാത്രത്തിൽ നേദിക്കുന്ന ഒരു വിശേഷമായിട്ടുള്ള ഒരു കാര്യമാണ് ആദിത്യന്. ആദിത്യൻ്റെ പട്ടെന്ന് പറയുന്നത് ചുവലപ്പട്ട് അല്ലെങ്കിൽ ചുമന്ന പട്ട് അല്ലെങ്കിൽ കാവിപ്പട്ട് ഒക്കെ വരും ആദിത്യന് പട്ടായിട്ട്. ഇപ്പോൾ ആദിത്യൻ്റെ ക്ഷേത്രങ്ങളിൽ നവഗ്രഹങ്ങളിൽ ആദിത്യൻ്റെ അവിടെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ചുമലപ്പട്ട് സമർപ്പിക്കാം, കാവിപ്പട്ട് സമർപ്പിക്കാം. ചുവല പുഷ്പങ്ങൾ, തെറ്റി അല്ലെങ്കിൽ ചെമ്പരത്തി തുടങ്ങിയിട്ടുള്ള ചുവന്ന പുഷ്പങ്ങളും ആദിത്യൻ്റെ പുഷ്പങ്ങളാണ്. അപ്പം അത് നിങ്ങൾക്ക് സമർപ്പിക്കാം. അതൊക്കെ ആദിത്യ ദോഷപരിഹാരം ആണ്. ഈ പുഷ്പം സമർപ്പിച്ചിട്ട് ആദിത്യായ നമ എന്നുള്ള മന്ത്രം ജപിച്ച് ദക്ഷിണ കൊടുത്ത് പുഷ്പാഞ്ജലിയൊക്കെ ചെയ്യുകയും നിങ്ങളവിടെ പോയി ആദിത്യ മന്ത്രം ജപിക്കുകയൊക്കെ ചെയ്താൽ ദോഷപരിഹാരമാണ് അതൊക്കെ. അതുപോലെ തന്നെ ആദിത്യ ഹോമം ഒരു വലിയ ദോഷപരിഹാരമാണ്. ആദിത്യ ഹോമത്തിന് എരിക്കാണ് അതിൻ്റെ സമയത്തായിട്ട് വരുന്നത്. അപ്പം എരിക്ക് ഒരു ചാൺ നീളത്തിലുള്ള 108 എരിക്ക് ദോഷാധിക്യം അനുസരിച്ച്, ദോഷത്തിൻ്റെ അളവനുസരിച്ച് ഒരു ചാൺ നീളത്തിലോ ഉള്ള അത് 108 1008 ഒക്കെ അവരവരുടെ ദോഷം പോലെ അല്ലെങ്കിൽ അവരവരുടെ സാമ്പത്തിക സ്ഥിതി പോലെ അത് ചെയ്യിക്കാം. എരിക്കാണ് അതിൻ്റെ സമയത്ത്. അതുപോലെ തന്നെ ശുദ്ധ ഹവിസും ആദിത്യ മന്ത്രം കൊണ്ട് ഹോമിക്കാം, അങ്ങനെയും വിധിയുണ്ട്. ഗ്രഹദോഷ ശാന്തിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ശുദ്ധ ഹവിസ് കൊണ്ട് പത്മത്തിലേക്ക് തൂവുകയും ഒക്കെ ചെയ്യുന്ന ക്രിയകളുണ്ട്. പ്രധാനമായിട്ടും ഹോമമൊക്കെ ചെയ്ത് കഴിയുമ്പോഴുള്ള ഭസ്മം ഉണ്ടല്ലോ, ആ ഭസ്മമൊക്കെ സൂക്ഷിച്ച് വെക്കുന്നതും ആദിത്യദശാകാലം പൂർണ്ണമായിട്ടും ആ ഭസ്മം ഉപയോഗിക്കുന്നതുമൊക്കെ ആദിത്യദശാ പരിഹാരത്തിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ദാനവസ്തുവായിട്ട് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ സൂര്യപ്രതിമ ഒക്കെ നമുക്ക് ദാനം ചെയ്യാം. ചെമ്പിൽ തീർത്ത സൂര്യപ്രതിമകളൊക്കെ ദാനം ചെയ്യാം. ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ടത്. ഇതുകൂടാതെ മന്ത്രജപങ്ങളും സ്തുതികളുമാണ്. വൈദിക മന്ത്രങ്ങളുണ്ട് ആദിത്യന്, അത് ജപിക്കാം. താന്ത്രിക മന്ത്രങ്ങളുണ്ട് ആദിത്യന്. സൗരം എന്ന് പറയുന്ന ഒരു സെഷൻ തന്നെയുണ്ട് തന്ത്രശാസ്ത്രത്തിൽ. ഇപ്പം ശൈവം വൈഷ്ണവം ശാക്തേയം എന്നൊക്കെ പറയുന്ന പോലെ സൗരം എന്ന് പറയുന്നത് സൂര്യനും അല്ലെങ്കിൽ നവഗ്രഹങ്ങളെക്കുറിച്ചുള്ള ഉപാസനാ പദ്ധതികളും പൂജകളും പ്രായശ്ചിത്തക്രമങ്ങളുമാണ് അതിനകത്ത് കൂടുതലും പറയുന്നത്. താന്ത്രിക മന്ത്രങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ അത് ഒരുപാട് ബീജാക്ഷരങ്ങളോട് കൂടിയിട്ടുള്ള മന്ത്രങ്ങളാണ് താന്ത്രിക മന്ത്രങ്ങൾ. അപ്പോൾ അതൊക്കെ ഒരു ഗുരുമുഖത്ത് നിന്ന് തന്നെ പഠിച്ച് താന്ത്രിക മന്ത്രങ്ങൾ ജപിക്കാം. സൂര്യഗായത്രി മന്ത്രം ജപിക്കാം, ആദിത്യഹൃദയം ജപിക്കാം. അതേപോലെ തന്നെ അർക്കശംഭു, അർക്കൻ ശിവനാണ്, മഹാദേവനെ പ്രീതിപ്പെടുത്തും. ആദിത്യ ദശാകാലം ഉടനീളം ശിവക്ഷേത്രത്തിൽ ധാരയും പിൻവിളക്കും പുഷ്പാഞ്ജലിയും പിന്നെ നിങ്ങൾക്ക് കഴിയുന്നതൊക്കെ ഭഗവാന് ചെയ്യാം. പാൽപായസം, ഹവിസ്, കരിക്ക് നിവേദ്യം, കരിക്ക് അഭിഷേകം, ഇതൊക്കെ ഭഗവാന് നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഭഗവാന് ചെയ്യാം ശിവക്ഷേത്രത്തിൽ. അതേപോലെ ദശമഹാവിദ്യകളിൽ ശക്തരായിട്ടുള്ളവരാണെങ്കിൽ ആദിത്യന് പരിഹാരമായിട്ട് മാതങ്കി എന്ന് പറയുന്ന ദേവതയെ പൂജിക്കുകയും ദശാപരിഹാരമായിട്ട് ഭൂക്തിമാർഗത്തിൽ ഗുരുപദേശത്തോടു കൂടി ഉപാസിക്കുകയും ഒക്കെ ചെയ്യാം. അതുപോലെ തന്നെ വ്രതങ്ങളിൽ ഞായറാഴ്ച വ്രതം എടുക്കാം, പ്രദോഷം എടുക്കാം, അതേപോലെ ശിവരാത്രി വ്രതങ്ങൾ എടുക്കാം. അതേപോലെ തന്നെ
ദശാവഹാരങ്ങൾ നോക്കിയിട്ട് ശൈവ യന്ത്രങ്ങൾ ധരിക്കാം, അല്ലെങ്കിൽ ആദിത്യയന്ത്രമുണ്ട് അത് ധരിക്കാം. മാണിക്യം ഞാനധികം അങ്ങനെ റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നൊരു മേഖലയായി കല്ല് ബിസിനസ്. അപ്പം അത് നന്നായിട്ട് അറിയാവുന്ന, നന്നായിട്ട് അതിൻ്റെ ക്വാളിറ്റി നോക്കി സ്ക്രാച്ചുകളില്ലാതെ കൃത്യമായി ക്യാരക്ടർ നോക്കി എടുക്കാൻ അറിയുന്ന ഒരാൾ വേണം കല്ല് റെഫർ ചെയ്യാൻ. വാസ്തവത്തിലും ജ്വല്ലറികളിൽ നിന്നൊന്നും മേടിക്കുന്ന കല്ലുകൾ ഒറിജിനൽ ആണെന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒറിജിനൽ ഇതേത് അവർ സർട്ടിഫിക്കറ്റ് തരും, അവരുടെ കടയിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പൈസ കിട്ടും. പക്ഷേ വേറൊരു കടയിൽ കൊടുത്ത് അവർ എടുക്കില്ല. അതിന് കാരണമായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ കല്ല് ബിസിനസ്സിനിടയിൽ ഒരുപാട് കള്ളത്തരങ്ങളുണ്ട്. പക്ഷേ ഒറിജിനൽ കല്ലാണെങ്കിലും അത് നല്ല കല്ലാണെങ്കിൽ അതിനകത്ത് ഒരു തരത്തിലുള്ള സ്ക്രാച്ചുകൾ ഇല്ലാത്തതാണെങ്കിൽ അത് ഉപയോഗിച്ചാൽ നല്ലതാണ്. പക്ഷേ എല്ലാവർക്കും അങ്ങനെ ആദിത്യന് 6, 8, 12 നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ദോഷപരിഹാരാർത്ഥം കല്ല് ഉപയോഗിക്കരുത് കേട്ടോ. ആദിത്യന് ബലം കൂടി നല്ല സ്ഥാനത്ത് നിൽക്കുകയും പക്ഷേ ആദിത്യൻ്റെ ദശ വരുമ്പം നമുക്കൊരു കോൺഫിഡൻസ് ഒക്കെ കുറേ പോലെ ചെയ്താൽ ആ കല്ലിട്ടാൽ നല്ലതായിരിക്കും. പിന്നെ ചുവന്ന വസ്ത്രങ്ങൾ ധരിക്കാം, കാവി വസ്ത്രങ്ങൾ ധരിക്കാം. ഞാൻ ഇട്ടിരിക്കുന്ന പോലത്തെ ഇതുപോലത്തെ ചുവപ്പ് കലർന്ന കാവി നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാം. ഇതൊക്കെ ആദിത്യ പ്രീതികരങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും ആദിത്യ ദശ, ആദിത്യ അപഹാരം, ഗോചരത്തിൽ ആദിത്യൻ പിഴച്ചിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഒക്കെ നിങ്ങൾക്ക് ആചരിക്കാൻ പറ്റുന്നത്. അവരവരുടെ കഴിവ് പോലെ ഏതാണെന്ന് വെച്ചാലും ചെയ്യുക. മഹാദേവനെ ആശ്രയിക്കുക. പകൽ സമയത്ത് ആദിത്യ ദശ അപഹാര കാലങ്ങളിൽ പകൽ ഉറങ്ങാൻ പാടില്ല എന്നാണ്. സൂര്യൻ ഉണർന്നിരിക്കുമ്പോൾ ഉണർന്നിരിക്കണം. പിന്നെ ഈ പല കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് പകൽ തന്നെ ഇതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇന്നത്തെ തിരക്കിനിടയിൽ പല കാര്യങ്ങളും ചിലപ്പോൾ പകൽ ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. ആദിത്യനുള്ള പരിഹാരം പകൽ തന്നെയാണ് ചെയ്യേണ്ടത്. പകൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അഗ്നിസാക്ഷിയായിട്ട്, അതായത് ഒരു ദീപം കത്തിച്ച് വെച്ച്, ഒരു വെളിച്ചെണ്ണ വിളക്കോ ഒരു നെയ് വിളക്കോ കത്തിച്ച് വെച്ച് നിങ്ങൾക്ക് ഈ പറഞ്ഞ പരിഹാരങ്ങളും ആദിത്യ പ്രാർത്ഥനകളും മഹാദേവനെ അങ്ങ് ആശ്രയിച്ചോളുക. ആദിത്യൻ്റെ അതിദേവതയാണ് മഹാദേവനെ അങ്ങ് ആശ്രയിച്ചോളുക. നിങ്ങളുടെ ജാതകത്തിലുള്ള ദോഷങ്ങളും ദുരിതങ്ങളും ആദിത്യൻ തരുന്ന പ്രശ്നങ്ങളും ആദിത്യൻ നമുക്ക് തരുന്ന സൂചനകളും ഒക്കെ തടസ്സങ്ങളും ഒക്കെ മാറ്റി നമ്മളെ മുന്നോട്ട് നയിക്കുകയും ചെയ്യും. ഏകദേശം കുറേ ഏരിയകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരുപാട് സ്തുതികളുണ്ട്, ആദിത്യ സ്തുതികൾ തന്നെ ഒരുപാടുണ്ട്. അത് ചെയ്യാം. ഓം ആദിത്യായ നമ എന്ന ആദിത്യ നാമമന്ത്രം നിറയെ ജപിക്കാം. പൂജ കഴിക്കുമ്പോഴും ആ മന്ത്രം പ്രധാനമായിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്നത്. ആദിത്യായ നമ എന്നുള്ള മന്ത്രം ജപിക്കാം. അല്ലെങ്കിൽ ആദിത്യൻ്റെ സ്തുതികൾ ധാരാളമുണ്ട്, അത് ജപിക്കാം. ആദിത്യ ദോഷമുള്ളവർ ഇതിലേതെങ്കിലുമൊക്കെ ഉപയോഗിച്ച് ആ കർമ്മദോഷത്തിൽ നിന്നും, ആദിത്യൻ സൂചിപ്പിക്കുന്ന ഒരു കർമ്മമുണ്ട്, അതാണ് നമ്മൾ ഓർക്കേണ്ടത്. വെറുതെ അല്ല ആദിത്യൻ ആ പിഴച്ചങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ആദിത്യൻ അങ്ങനെ നിന്ന സമയത്ത് നമ്മൾ ജനിക്കാൻ ഒരു കാരണമുണ്ട്, ഒരു കർമ്മദോഷമുണ്ട്. ആ സൂചന തരുന്ന കർമ്മദോഷത്തിനെതിരെയുള്ള നീന്തലാണ് പരിഹാര കർമ്മങ്ങൾ. അതേ കാരകത്വത്തിൽ ഒരു ഗ്രഹം പിഴയ്ക്കുമ്പോൾ ആ ഗ്രഹത്തിൻ്റെ ആ കാരകത്വത്തിലുള്ള ദുരിതം അനുഭവിക്കാനുള്ള സമയം നമ്മൾ ആ ഗ്രഹത്തിൻ്റെ അതേ കാരകത്വത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള സത്കാര്യങ്ങൾ, സുഹൃത കർമ്മങ്ങൾ നമ്മൾ ബോധപൂർവം ചെയ്ത് ആ സമയത്തൂടെ കടന്നു പോകുമ്പോൾ ദുരിതങ്ങൾ നല്ലൊരു ശതമാനം ഒഴിയുകയും ചെയ്യും. ദൃഢഫലങ്ങളാണെങ്കിൽ വരും, കടുത്ത മഹാപാപങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണെങ്കിലും വരും, അതിന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ശാപതാപങ്ങളാണെങ്കിലും വരും. പക്ഷേ കുറേയൊക്കെ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ചന്ദ്രൻ്റെ ഉള്ള ഒരാശ്വാസമായിട്ട് കുറേ പരിഹാരങ്ങളുമായിട്ട് വരാം. കുറേ പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.